ഈങ്ങാപ്പുഴയിൽ ഭാര്യ ഷിബിലയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഭർത്താവ് യാസിർ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. താമരശ്ശേരി കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. 27 രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡിയിൽ അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് യാസിർ ഭാര്യ ഷിബിലയെ ആക്രമിച്ചത്. തടയാൻ ശ്രമിച്ച ഷിബിലയുടെ അച്ഛനും അമ്മയ്ക്കും പരിക്കേറ്റിരുന്നു. ചികിത്സയ്ക്ക് ശേഷം ഇരുവരും ആശുപത്രിയും വിട്ടു. താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ കുടുംബ വഴക്കിനെ തുടർന്നാണ് ഭാര്യയെ യാസിർ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നതായാണ് പ്രാഥമികമായ പോലീസിന്റെ നിഗമനം. ഇതിലടക്കമുള്ള അന്വേഷണം കസ്റ്റഡിയിൽ ഇരിക്കവേ എടുക്കുമെന്നാണ് മനസ്സിലാവുന്നത്. കൊലപാതകം നടന്ന ദിവസം ഉച്ചയ്ക്കും ഇയാൾ വീട്ടിലെത്തിയിരുന്നതായാണ് വിവരം. ഭാര്യ ഷിബിലയുടെ SSLC സർട്ടിഫിക്കറ്റ് ഇയാൾ കൈമാറിയിരുന്നു. വൈകുന്നേരം വീണ്ടും വരാമെന്നും സലാം പറഞ്ഞ് പിരിയാമെന്നും യാസിർ ഷിബിലയോട് പറഞ്ഞിരുന്നു. ഇതിനുശേഷം വൈകുന്നേരം നോമ്പുതുറ സമയത്ത് എത്തിയപ്പോഴായിരുന്നു കൊലപാതകം നടത്തിയത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാനെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ ആക്കിയിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട്. പുതിയതായി വാങ്ങിയ കത്തിയുമായാണ് യാസിർ ഭാര്യ വീട്ടിലെത്തിയത്. നോമ്പുതുറ സമയം തന്നെ ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് ആൾപെരുമാറ്റം കുറയുമെന്ന ധാരണയിലാണെന്നും പോലീസ് സംശയിക്കുന്നു. 6:35 ഭാര്യ വീട്ടിലേക്ക് എത്തിയ യാസിർ ആദ്യം ഭാര്യയെ ആക്രമിച്ചു. ഭാര്യ ഷിബിലയെ യാസിർ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ഇത് തടയാൻ എത്തിയപ്പോഴാണ് ഷിബിലയുടെ മാതാവിനും പിതാവിനും വെട്ടേറ്റത്. കൊലപാതകത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട യാസിറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പാർക്കിംഗിൽ വെച്ചാണ് അർദ്ധരാത്രിയോടെ പിടികൂടിയത്. യാസിറിനെതിരെ ഷിബിലയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ പോലീസ് ഇത് ഗൗരവത്തിലെടുത്തില്ല എന്ന ആരോപണം വന്നിരുന്നതിനെ തുടർന്ന് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന ഘട്ടം വരെ ഉണ്ടായി. നേരത്തെയും ഷിബിലയെ യാസിർ മർദ്ദിച്ചിരുന്നു. രാസലഹരിക്ക് അടിമയായ യാസിറിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഷിബില കുഞ്ഞിനെയും കൂട്ടി അടിവാരത്തെ വാടക വീട്ടിൽ നിന്നും കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയെന്നാണ് അയൽവാസി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഷിബില കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ദൃക്സാക്ഷികളൊക്കെ രംഗത്തുണ്ട്. പ്രതി യാസിർ എത്തിയത് ബാഗിൽ കത്തിയുമായിട്ടാണെന്നും തടയാൻ എത്തിയവർക്ക് നേരെയും യാസിർ കത്തി വീശിയെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. നോമ്പ് തുറക്കുന്നതിനിടെയാണ് ഷിബിലയും അവരുടെ ഉപ്പ അബ്ദുറഹ്മാനും ആക്രമിക്കപ്പെടുന്നത്. ഇവരുടെ നിലവിളി ശബ്ദം കേട്ടാണ് അയൽവാസികൾ ഓടിയെത്തിയതെന്നും അയൽവാസിയായ നാസർ പറഞ്ഞിരുന്നു. നാസറാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അതേസമയം ഷിബിലയെ ആക്രമിക്കുന്ന സമയത്ത് യാസിർ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പോലീസ് അറിയിച്ചിരുന്നത്. ഷിബിലയുടെ കൊലപാതകം ആസൂത്രിതമായിട്ടായിരുന്നു എന്ന് കണ്ടുനിന്നവരും പറയുന്നു. ഷിബിലയുടെ മൃതദേഹം ഖബറടക്കിയിരുന്നു. യാസിറിന്റെ ഉപദ്രവം സഹിക്കാനാവാതെ വന്നതോടെയാണ് ഷിബിലയും വീട്ടുകാരും കഴിഞ്ഞ ഫെബ്രുവരി 28 താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ തുടർ നടപടി ഒന്നും എടുക്കാതെ കേവലം മധ്യസ്ഥ ചർച്ചയിൽ ഒതുങ്ങുകയായിരുന്നു. പ്രശ്നം കേവലം ഒരു കുടുംബ പ്രശ്നം എന്ന രീതിയിൽ മാത്രമാണ് കണ്ടിരുന്നത്. രാസലഹരിക്ക് അടിമയായ യാസിറിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഷിബില കുഞ്ഞിനെയും കുട്ടി അടിവാരത്തെ വാടക വീട്ടിൽ നിന്നും കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടിവാരത്തെ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഷിബിലയുടെയും മക്കളുടെയും വസ്ത്രങ്ങളും മറ്റും ലഭ്യമാക്കണമെന്നൊക്കെ ഷിബില ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് വീഡിയോ എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിരുന്നു യാസിർ. ഇത് കണ്ട് ഭയന്ന വീട്ടിലുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ യാസിറിൽ നിന്നും വാങ്ങിത്തരണമെന്നാവശ്യപ്പെട്ട് ഷിബിലയുടെ വീട്ടുകാർ പഞ്ചായത്ത് അംഗത്തിനെ സമീപിക്കുകയായിരുന്നു. മധ്യസ്ഥ ചർച്ചയിൽ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ഏറ്റാണ് പിരിഞ്ഞത്. സർട്ടിഫിക്കറ്റ് നൽകാൻ ഉച്ചയ്ക്ക് എത്തുകയും വൈകുന്നേരം വന്ന് ഷിബിലയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയുമായിരുന്നു യാസിർ. എന്തായാലും യാസിർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. കസ്റ്റഡി കാലയളവിൽ എങ്ങനെയാണെന്നും ആസൂത്രിതമായാണോ കാര്യങ്ങൾ നടന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയും.